ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു 1200 കോയിൻ ഉണ്ട് ഗൈസ്. നമുക്ക് വന്നേക്കണ ഒരു എപ്പിക് പാക്കാണ് നമ്മൾ എന്തായാലും കറക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം ഗൈസ്, കിട്ടുമല്ലെന്നൊന്നും അറിയാൻ പാടില്ല. നമ്മുടെ ഈ ഫുട്ബോൾ 26 വന്നിട്ട് ഫസ്റ്റത്തെ എപ്പിക് പാക്ക് ഓപ്പണിംഗ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം ഗൈസ്, കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ആർന്ന് നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മളിന്ന് കറക്കാൻ പോകുന്ന പാക്ക് ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് എന്ന് പറഞ്ഞ ഈ പാക്കാണ് ഗൈസ്. അപ്പോൾ ഒരു നല്ല ബിൽഡപ്പ് കാർഡ് എന്തായാലും വേണമെന്ന് തോന്നി ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാക്ക് ഇറക്കുന്നത്. പിന്നെ കോസ്റ്റ് കോട്ടനെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഓരെന്നെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നോക്കാം. എന്തായാലും എന്താവുമെന്ന് അറിയില്ല ഗൈസ്, കാരണം 1200 കോയിനുള്ളൂ, കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. നിങ്ങൾ ഈ പാക്ക് കറക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഗൈസ്. കറക്കി കിട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതും കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ പാക്ക് ഓപ്പണിങ്ങിന് എന്താവുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഒരു നല്ല തുടക്കമായാൽ മതിയായിരുന്നു. ഒരു എപ്പിക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ പർച്ചേസ് ചെയ്ത കോയിൻ അല്ല ഗൈസ്, നമ്മളങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല. ഗെയിമിന് വേണ്ടി കോയിൻ എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. കളിച്ചുണ്ടാക്കിയ കോയിൻ തന്നെയാണ് ഗൈസ്. 2025 കളിച്ചുണ്ടാക്കിയ കോയിനാണ്. പിന്നെ 2026 കിട്ടിയ കോയിൻസൊക്കെ വെച്ച് കൂട്ടി വെച്ചൊരു 1200 കോയിനുള്ളതാണ്. എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ഗൈസ്. കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരുന്നു. നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈം തന്നെ ഒരു 100 കോയിൻ കറക്കി നോക്കാം ഗൈസ്. 100 കോയിനൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും കറക്കി നോക്കാം. ഹെർ വി ഗോ ഗൈസ്. പുതിയ ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതാരാണ് ഗൈസ്? സെൻറ്റർ ബാക്കാണ് ഗൈസ്, വെള്ള ജേഴ്സി ആണല്ലോ. ഇതാരാണ്? ഓ ഗൈസ്, ബേസ് കാർഡാണ് കേട്ടോ. ഞാൻ വെക്കുന്ന വെള്ള ജേഴ്സിയും സെൻറ്റർ ബാക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബോണൂച്ചി മിറ്റ് ആണെന്ന് വിചാരിച്ചു പോയി. എന്തായാലും ഞാൻ എന്തായാലും സ്പിന്നെടുത്ത് നോക്കട്ടെ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് 900 കോയിൻ കറക്കാം ഗൈസ്. 900 കോയിൻ കറക്കി നോക്കാം, കിട്ടുമെന്ന് നോക്കി നോക്കാം. എന്തായാലും 900 കോയിനാണ് കൊനാമി കൊടുക്കാൻ പോകുന്നത്. ഒരു എപ്പിക്ക് കൊനാമി ചതിക്കരുത്. ഒരു എപ്പിക്കെങ്കിലും തരണം. കാരണം 2026 തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് പാക്ക് ഓപ്പണിംഗ് ആണ്. ഫസ്റ്റ് എപ്പിക് പാക്ക് ഓപ്പണിംഗ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ നമ്മുടെ ബോണൂച്ചിക്ക് ഉണ്ട് ഗൈസ്. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കറക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും നോക്കി നോക്കാം. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഗൈസ്, കാരണം 900 കോയിന് കിട്ടാറില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ചരിത്രമായിരിക്കും. നോക്കി നോക്കാം. എനിക്ക് 2000 കോയിൻ തന്നെ കൊടുത്തിട്ടായിരുന്നു എനിക്ക് അന്ന് 2025 ബ്ലാക്ക് ആനിമേഷൻ അടിച്ചത്. ഈ ഫുട്ബോൾ 25 ബ്ലാക്ക് ആനിമേഷൻ അടിച്ചത് 2000 കോയിൻ കൊടുത്തിട്ടാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 1200 കോയിനുള്ളൂ. എന്തായാലും നോക്കി നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ആർന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ഗൈസ്. ബിൽഡപ്പ് കാർഡാണ്, സെറ്റ് കാർഡാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാർട്സ് എല്ലാം ഉണ്ട്. പിന്നെ 2 സ്കില്ലൊക്കെ വെച്ചിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അതാണ് പിന്നെ മെയിനായിട്ട് ഞാൻ കറക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് കോട്ടയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൈറ്റ് ബാക്കാണ്. നമുക്ക് ആ ഫ്രീ കിട്ടിയ കാർഡ് തന്നെ സീൻ കാർഡായിരുന്നു. അപ്പോൾ ഈ ഒരു കാർഡ് കാർഡാണ് ഗൈസ്. എത്ര 24 വയസ്സ് എങ്ങാണ്ട് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കറക്കി നോക്കാം. കിട്ടിയാൽ മതിയായിരുന്നു. കൊനാമി ചതിക്കരുത്, തരണം. ബോണൂച്ചിനെ താ ഗൈസ്. നമ്മുടെ മെയിൻ ടാർഗറ്റ് ബോണൂച്ചിയാണ്. ഓരെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം. എന്തായാലും നമ്മൾ ഇന്ന ടാർഗറ്റിൽ നിന്നൊന്നും കൊനാമിയോട് പറയുന്നില്ല ഗൈസ്. കിട്ടൂല, വെറുതെയാണ്. സ്പിൻ ചെയ്ത് നോക്കാം എന്തായാലും. ഓക്കെ, ഡീറ്റെയിൽസൊക്കെ എന്തായാലും നോക്കി നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. ക്യാൻസലൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് സ്പിൻ ചെയ്യാൻ ഗൈസ്, കാരണം നമ്മൾ കളിച്ചുണ്ടാക്കിയ കോയിനാണ്. പെട്ടെന്ന് പോകുമ്പോൾ ഒരു വിഷമമാണ് ഗൈസ്. എന്തായാലും സ്പിൻ ചെയ്യാം ഗൈസ്. ഹെർ വി ഗോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഫുട്ബോൾ 26 ഫസ്റ്റ് പാക്ക് ഓപ്പണിംഗ് ആണ്, എപ്പിക് പാക്ക് ഓപ്പണിംഗ് ആണ് ഗൈസ്. ഫസ്റ്റ് എന്തായാലും നോക്കി നോക്കാം. ആരാ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, കമ്പിത്തിരിയൊക്കെ പച്ച കളറിൽ കത്തുന്നുണ്ട് കേട്ടാ ഗൈസ്. ഇത് എപ്പിക്കാണോ? അല്ല ഗൈസ്, ഇത് ഏതോ റൈറ്റ് ബാക്കാണ്. എടാ ഹൈലൈറ്റ് കാർഡടാ ഗൈസ്, ഹൈലൈറ്റ് കാർഡാണ്. ഇതിനകത്ത് ഇപ്പോൾ എപ്പിക്ക് വന്നാലും ഹൈലൈറ്റ് കാർഡ് വന്നാലും നമുക്കൊന്നും അറിയില്ല ഗൈസ്. എടാ ഹൈലൈറ്റ് കാർഡിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇനി 200 കോയിനും കൂടി ഉണ്ട്. 200 കോയിനും കൂടി തീർന്നു കഴിഞ്ഞാൽ ഇവിടെ തീർന്നു ഗൈസ്, ഇവിടെ തീർന്നു. എനിക്ക് തോന്നണില്ല 200 കോയിനൊക്കെ എപ്പിക്ക് കിട്ടുമെന്ന് തോന്നണില്ല. നോക്കി നോക്കാം എന്തായാലും. ഓക്കെ, 100 കോയിൻ, ലെറ്റ്സ് ഗോ കൊനാമി പ്ലീസ്. എടാ ഒരു എപ്പിക്കെങ്കിലും ആ ലെഫ്റ്റ് ബാക്കിനെങ്കിലും താടാ.
എടാ ഇത് ഏതോ ലെഫ്റ്റ് വിങ്ങാടാ ഗൈസ്, കിട്ടുന്നില്ല. എനിക്ക് തോന്നല്ല ഇത് കിട്ടുമെന്ന് തോന്നല്ല. ഇനി വെറും ഒരു 100 കോയിൻ മാത്രമാണ് ബാക്കിയുള്ളൂ. എന്തായാലും അതും കൂടി കൊനാമിക്ക് അങ്ങ് കൊടുത്തേക്കാം. കൊനാമി എന്തായാലും അതും കൊണ്ട് പോട്ടെ ഗൈസ്. എടാ ഞാൻ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല ഗൈസ്. കാരണം എടാ നമ്മൾ കളിച്ചുണ്ടാക്കിയ കോയിനടാ 1200 കോയിൻ കളിച്ചുണ്ടാക്കിയതാണ്. ഇവന്മാർ നമുക്ക് തരുന്നത് 50 കോയിനാണ് തരുന്നത്, എന്നിട്ടാണ് ഇമ്മാതിരിട്ട് വലിപ്പിക്കുന്നത്. ഓക്കെ, അതും തീർന്നിട്ടുണ്ട് ഗൈസ്. ഇത് ബേസ് കാർഡാണ്. യെസ്, ബേസ് കാർഡാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പാക്ക് ഓപ്പണിംഗ് എന്തായാലും ഇവിടെ തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു തുടക്കമാണ് നമുക്ക് എന്തായാലും. അപ്പോൾ ബൈ ഗൈസ്, ബൈ.